ഹായ്, നമുക്കിന്ന് അങ്ങ് ദൂരെ 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 ഒരു കല്യാണ ഷോപ്പിങ്ങിന് പോയാലോ? ഇത് സുവർണ, ഇവളുടെ കല്യാണമാണ് കേട്ടോ. ഇയാളെ പിന്നെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ 5 പെണ്ണുങ്ങളും ഞങ്ങളെ നോക്കാൻ ഈ ഹിറ്റ്ലർ മാധവൻ കുട്ടിയും കൂടി റെഡിയായി വന്നു കേട്ടോ. ദേ ബസ്സും വന്നു. ഞങ്ങൾ മാത്രമല്ലായിരുന്നു കേട്ടോ, സാമിൻ ചേട്ടൻ്റെ കല്യാണം കൂടിയാണ് അടുത്ത മാസം. അപ്പോൾ അവരും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഫുൾ ഫാമിലി എല്ലാവരും കൂടി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് ബസ്സിൽ കയറി പോകുക. 6 മണിയായിരുന്നു കേട്ടോ പറഞ്ഞ ടൈം. പിന്നെ റെഡിയായൊക്കെ വന്നപ്പോഴത്തേക്കും അങ്ങ് 7 മണിയായി. ബസ്സിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്ന ആദ്യത്തെ ആവേശമൊന്നും മോനൂസിനുണ്ടായിരുന്നില്ല കേട്ടോ. ബസ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആള് നല്ല ഉറക്കമായിരുന്നു. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരാൻ നേരത്തെ എൻ്റെ മുഖത്തിലെ കല്ല് വലിച്ചെറിഞ്ഞ പോലെ കുറേ കുരു വരും. അതെവിടെന്നാന്നൊരു പിടുത്തില്ല. പോകുന്ന വഴിക്ക് ഒരു കടയിൽ കയറി ചായ കുടിച്ചു കേട്ടോ. കാലത്തൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു. ഞാനും മോനൂസും പൊറോട്ടയായിരുന്നു കഴിച്ചത്. അതാകുമ്പോൾ നമ്മുടെ വയറ്റിൽ കിടന്നോളൂല്ലോ. ഉച്ച വരെ നമുക്ക് അധികം വിശപ്പുണ്ടാവില്ല, എന്നാലും വിശക്കും. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വണ്ടിയിലിരുന്ന് കഴിക്കാനാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടീനെ പറ്റിച്ച് ഞാൻ 2 ലേസൊക്കെ വാങ്ങിച്ചു കേട്ടോ. അവള് പാവം എനിക്ക് വാങ്ങിച്ചു. വണ്ടി കയറി കുറച്ചങ്ങ് നീങ്ങിയില്ല, ഞാൻ അപ്പോഴത്തേക്ക് ലേസ് പൊട്ടിച്ചു കേട്ടോ. കയ്യിൽ എന്തെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ കൈക്കൊരു പൊരുവരിപ്പാ. അത് വേഗം പൊട്ടിച്ച് തിന്നണം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ വേഗം ലേസ് പൊട്ടിച്ചു ഞാൻ എല്ലാവർക്കും കൊടുത്തു കേട്ടോ. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എല്ലാവരും ഒന്ന് മയങ്ങാനുള്ള സെറ്റപ്പിലായിരുന്നു കേട്ടോ. കാരണം കാലത്തെ ചായ കൂടി കഴിഞ്ഞല്ലോ, ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വണ്ടിയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണല്ലോ. ഏതൊരു പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ലൈഫിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് കേട്ടോ കല്യാണം. കല്യാണത്തിന് ഇടുന്ന ഡ്രസ്സാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും നമ്മൾ കുറച്ച് ടൈം എടുത്ത് സെലക്ട് ചെയ്തെന്നോർത്ത് ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം ആ കല്യാണത്തിൻ്റെ ആ ഒരു ദിവസം നമ്മൾ ചെക്കനാണെങ്കിലും പെണ്ണാണെങ്കിലും അടിപൊളിയായിരിക്കണം കേട്ടോ. അതെല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. നമ്മൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വന്നത് കുത്താമ്പുള്ളി കൈത്തറി കടയിലാണ് കേട്ടോ. അടിപൊളി സെലക്ഷനാണ് കേട്ടോ. നല്ല രസമുണ്ട് സാരിയൊക്കെ. എനിക്കാണെങ്കിൽ കൊതിയായിട്ട് പാടുണ്ടായിരുന്നില്ല എടുക്കാനുണ്ട്. പക്ഷെ ഞാൻ സാരി എടുത്തില്ല കേട്ടോ. ഞാൻ സാരി എല്ലാം ഉടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ സാരി എടുത്തില്ല. പക്ഷെ ഞാൻ സാരിയൊക്കെ വെച്ച് ഇങ്ങനെ നോക്കി കേട്ടോ. ചിലതൊക്കെ കുറച്ചിങ്ങനെ നമുക്ക് ചേരണ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുറേ സെലക്ഷൻ ഉണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ സാരി ഇങ്ങനെ നമുക്കിങ്ങനെ ഈ നെയ്ത്ത് മെഷീനില്ലേ, ഈ ഇതും കൊണ്ട് ഇങ്ങനെ കൈത്തറി മെഷീൻ ഇതും കൊണ്ട് ഇങ്ങനെയൊക്കെ ആ ചേച്ചി ഇരുന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കാണാനായി. ഒരുപാടുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് 2, 3 ആയിട്ട് പിരിഞ്ഞു കേട്ടോ. ഞങ്ങൾ കുറച്ച് പേര് പോയി ഞങ്ങൾക്ക് വേണ്ടിയുള്ള സാരിയൊക്കെ എടുക്കില്ല. എന്നാലും നമ്മളൊരു കടയിൽ പോകുമ്പോൾ ചുമ്മാ ഇങ്ങനെ നമ്മൾ എടുത്ത് മേത്തൊക്കെ വെച്ച് നോക്കണത് അതൊരു അലങ്കാരമാണല്ലോ. അങ്ങനെയൊക്കെ നോക്കിയൊക്കെ നിന്നു കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് ചെന്ന് അവൾക്ക് ഇഷ്ടമായ സുവർണയ്ക്ക് ഇഷ്ടമായ കുറച്ച് സാരീസൊക്കെ എടുത്ത് നമ്മൾ ട്രെയിൽ ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറേ അവാർഡ് കിട്ടിയ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നോക്കി നിന്നു. അപ്പോൾ ആ ചേച്ചി എന്തൊക്കെ ടെക്നിക്കാണ് ചെയ്യുന്നതെന്ന് കൊണ്ട് അങ്ങോട്ട് നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി 2nd ഫ്ലോറിൽ വന്നു. 2nd ഫ്ലോറിലാണെങ്കിൽ മുണ്ട്, സാരി, സെറ്റ് മുണ്ട്, ഹാഫ് സാരി, കുട്ടികൾക്കുള്ള മുണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാകും കേട്ടോ. പിന്നെ അങ്ങോട്ട് തന്നെ ഞങ്ങളൊരു തിരച്ചിലായിരുന്നു. നല്ല അടിപൊളി സാരീസൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ സാരി എടുക്കാത്തതുകൊണ്ട് ഞാൻ സാരി എടുത്തില്ല. പക്ഷേ ചേച്ചി എടുത്തു, ചേച്ചിയുടെ മമ്മിക്ക് എടുത്തു, ചേച്ചിയുടെ ചേച്ചിക്ക് എടുത്തു. അങ്ങനെ ഞങ്ങളൊരു 4-5 സാരിയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന സ്റ്റാഫ് ചേച്ചിക്ക് ഫുഡ് കഴിക്കാൻ പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ആ ചേച്ചി ചായയും കുറച്ച് ഞുറുക്കും ബിസ്ക്കറ്റും അങ്ങനത്തെ കുറച്ച് പാപ്പമൊക്കെ തന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ അവിടെ നിന്ന് ഓരോ കഥയൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നെക്സ്റ്റ് ട്രിപ്പ് തിരച്ചിലിന് വേണ്ടിയിട്ട് ഇറങ്ങി. എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് ബില്ലൊക്കെ അടിക്കാൻ ആൾക്കാർ വേണമല്ലോ. അങ്ങനെ ഞങ്ങൾ 2 പാർട്ടായിട്ട് തിരിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോയവർ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ബില്ല് ചെയ്യാനായിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അവർ ചെന്നിരുന്ന് ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്തു, ബില്ല് വാങ്ങിച്ചു. അപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി. അപ്പോഴത്തേക്കും അവരും ബില്ല് വാങ്ങിച്ചു വന്നു. അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് എളുപ്പം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ടീമായിരുന്നു ആദ്യം പർച്ചേസൊക്കെ കഴിഞ്ഞ് വണ്ടി കയറിയത് കേട്ടോ. സുവർണാപ്പയുടെ വക ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തന്ന് ചിലവും തന്നെ. പാവം മനുച്ചേട്ടി മോനൂസിൻ്റെ ഓരോ തള്ളുകഥയൊക്കെ കേട്ട് നടക്കുക. ഐസ്ക്രീം വണ്ടിയുടെ അവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്കൊരു ചെരിവ്. ഞാൻ പറഞ്ഞു, എടി ഐസ്ക്രീം വാങ്ങിച്ചു തരുമെന്ന് വെച്ചപ്പോഴത്തേക്ക് സുവർണാപ്പി വാങ്ങിച്ചു തന്നു. അപ്പം തന്നെ ഏ എന്നൊക്കെ പറഞ്ഞിട്ട് സുവർണാപ്പി ആയിട്ട് നേരെ ചെന്ന് ആവശ്യത്തിനുള്ള ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വണ്ടിയിട്ട് പോയിട്ടോ. ശ്രീകുട്ടി കുറച്ച് വെറൈറ്റി ആണേ വാങ്ങിച്ചേ.
പിന്നെ മോനൂസിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എല്ലാവരും വണ്ടി കയറിയിട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ രാത്രിത്തെ ഫുഡ് കഴിക്കലോടുകൂടി ഇന്നത്തെ ഫുഡ് കഴിക്കലും കല്യാണ വിശേഷങ്ങളും ഇവിടെ തുടങ്ങുവാണ്. അത് കഴിഞ്ഞ് നേരെ എല്ലാവരും വണ്ടി കയറി പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസായിരുന്നു കേട്ടോ. എൻ്റെ വയറ് നിറഞ്ഞിരിക്കുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് അനങ്ങാൻ പറ്റിയില്ല. പിന്നെ വീട്ടിലൊക്കെ എത്താറായപ്പോഴത്തേക്കും ഒരു മണി 12:30 മണിയൊക്കെ ആയിട്ടോ. നല്ല പൊടി മഴയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല, മോനൂസ് ഉണ്ടല്ലോ അപ്പം. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.